ഈ ഇൻഡിക്കേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ദിവസമായി. സാധനം വാങ്ങി നോക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഈ ബോഡി ഹെഡ് അയക്കണം. അപ്പോൾ സാധനം കയ്യിലുണ്ട്. നേരെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു 100-200 മീറ്റർ അപ്പുറത്ത്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് സെറ്റാക്കണം. ഇൻഡിക്കേറ്റർ ഉള്ളിലാ. ഏട്ടാ ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അവസാനം നേരായിട്ടാ. ആ തൂങ്ങിയത് ഭയങ്കര ബോറായിരുന്നു. ഇനി സീറ്റ് കവറും കൂടെ ചേഞ്ച് ചെയ്യണം. ഇതിൽ ഉള്ളിൽ മണ്ണ് കയറിയിട്ട് സ്ക്രൂ തുരുമ്പ് പിടിച്ച് 2 സ്ക്രൂ നല്ല പണി തന്നു. അതിന് ഊരാൻ നല്ല പണിയെടുത്ത്. അതിനെത്ര മാറ്റാൻ ആ സാധനം ഞാൻ കാസർഗോഡ് പോപ്പുലറിന്ന് വാങ്ങിയതാണ് ഇൻഡിക്കേറ്റർ. ഞാൻ സ്വന്തമായിട്ട് ഇടാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ ഫ്ലൂയിഡ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ, ഓയിൽ ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത് അതെങ്ങനെ ഇടാറ്. അപ്പോൾ പറഞ്ഞ് ഈ ഹെഡ് മൊത്തം അഴിച്ചാലും ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കയ്യിൽ വെച്ച് ഇപ്പോൾ മാറ്റി. ഏത് സ്ക്രൂ ആണെന്നറിയോ, ഇവിടുത്തെ ഈ ഒരു സൈഡത്തെ ഒരു സ്ക്രൂ അയക്കാൻ നല്ല ടൈറ്റായി. പിന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട്, താഴെ മെയിൻ മൊത്തത്തിലും അയച്ചെടുക്കാനുള്ള, അതും നല്ല ടൈറ്റായി. അത് ഇടാനും അതേപോലെ നല്ല പണിയുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂട്ടിയിട്ട് കൈയിട്ടിട്ട് വേണം ആ സ്ക്രൂ അയക്കാൻ. അത് ഇടാനും അയക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. എത്ര അവന് 100 രൂപ ചോദിച്ച് 100 കൊടുത്ത്. 100-നുള്ള പണി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അവനേതായാലും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കരുതി അതിനേക്കാൾ കൂടുതൽ ചോദിക്കുമെന്നാണ് കരുതിയത്. ഓക്കെ, ഇനി വൈഫിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവളെടുക്കാൻ പോകണം. അപ്പോൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. സ്ക്രൂ ബാക്കിയായിട്ടുണ്ടോ? ഇവിടെ ബാഡ്മിൻ്റൺ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കമോൺ. അങ്ങ് ദൂരെ ബാഡ്മിൻ്റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇൻഡിക്കേറ്റർ നേരെ